തനി കേരളമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. നാട്ടിൽ ചെയ്തിട്ടില്ല, ഇവിടെ മുതലാണ് 2020 മുതൽ. Anybody 107? ആറ്റുകാൽ പൊങ്കാല അമേരിക്കയിലും. തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ആറ്റുകാൽ പൊങ്കാല അതേ രൂപത്തിൽ തന്നെ ന്യൂജേഴ്സിയിൽ KHNJ എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഈ വർഷവും നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഹൗ വി സ്റ്റാർട്ട് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ അതൊരു നോബ് ലോക്കാണ്. ആൾ ഓഫ് യു പ്രസ് ദ നോബ് ഡൗൺ. ആരുടെയെങ്കിലും സ്റ്റൗവിന് പ്രോബ്ലമോ കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിൽ പറയുക. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ്. സോ യു ഷുഡ് ബി ഓക്കെ. KHNJ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പൊങ്കാല ചെയ്യുന്നുണ്ട്. 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന. നാട്ടിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? അല്ല, ന്യൂജേഴ്സിയിൽ KHNJ പൊങ്കാല തുടങ്ങിയ സമയം മുതൽ പൊങ്കാല ഇടുന്നുണ്ട്. നാട്ടിൽ ചെയ്തിട്ടില്ല, ഇവിടെ മുതലാണ് 2020 മുതൽ. എങ്ങനെയാണ് ഒരു ഫീലിംഗ്? എങ്ങനെയാണ്? ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. നോർത്ത് അമേരിക്കയിൽ താമസിച്ച് ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ പ്രവാസി മലയാളിയായി നിൽക്കുമ്പോൾ നമുക്ക് ഇത് പലപ്പോഴും നാട്ടിലത്തെ പല കാര്യങ്ങളും നമുക്ക് മിസ്സായി പോകുന്നുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് അത് ഇടാൻ പറ്റുന്നത് ഒരു വലിയ അനുഗ്രഹം. സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി സർവമന്ത്ര സ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഞാൻ വെങ്കടാചലം എന്ന് പറഞ്ഞ പൂജാരിയാണ്. ന്യൂജേഴ്സി ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പൂജ ചെയ്യുന്നു. ഞാൻ തിരുവനന്തപുരത്തിൽ കോട്ടയ്ക്കകത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൽ നിന്ന് വന്നൊരു പൂജാരിയാണ് ഞാൻ. ആറ്റുകാൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൽ കിള്ളിയാറിൻ്റെ സമീപത്ത് ഇരിക്കുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ കുംഭമാസവും വെളുത്തവാവ് ദിവസം, പൗർണമി ദിവസത്തിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ് ദേവിക്ക് സമർപ്പിക്കുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. ഗിന്നസിൽ പേര് വന്നൊരു വലിയ ക്ഷേത്രമാണ്. മധുരയിൽ നിന്നും തൻ്റെ ഭർത്താവിനെ പാണ്ഡ്യ മഹാരാജാവ് വധിച്ചത് കാരണം ദേഷ്യം കൊണ്ട് കൊടുങ്ങല്ലൂരിൽ പോകുന്ന വഴിക്ക് കിള്ളിയാറിന് സമീപത്തിൽ വന്നിട്ട് ലളിതാ സഹസ്രനാമത്തിൽ പായസാന്ന പ്രിയായൈ നമഃ എന്ന് പറയുന്നത് പോലെ പായസം സമർപ്പിച്ച ദേവിക്ക് ദേവിയുടെ ദേഷ്യത്തിനെ ശമനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൊങ്കാല എന്ന് പറയുന്നത് സമർപ്പിക്കുന്നത്. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന സ്ത്രീ ഭക്തരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് KHNJ പൊങ്കാല മഹോത്സവം. ഈ വർഷം പൊങ്കാല മഹോത്സവത്തിൽ 500-ലധികം ഭക്തർ പങ്കെടുത്തു. കേരള
തന്നെയാണോ ഇവിടെ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. സന്താനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പം തനി കേരളമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേകത എന്ന് പറയാൻ എല്ലാവരും ഇതിൻ്റെ ഭാരവാഹികളാണ്. എല്ലാവരും അങ്ങേയറ്റം അകമഴിഞ്ഞ് പ്രയത്നിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സഫലമാകുന്നത്. ആറ്റുകാൽ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ സന്താനങ്ങൾക്കും ഒരുപോലെ ലഭിക്കാൻ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ഈ കാണുന്നത് വാളണ്ടിയേഴ്സ് ഇതിൻ്റെ ബാക്കിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഏരിയയിൽ കാണുന്നത്. കലങ്ങൾ ക്ലീൻ ചെയ്യുന്നു, ഇതിനു വേണ്ടിയുള്ള ഐറ്റംസുകളെല്ലാം ഒരുക്കുന്നു. അതിൻ്റെ തിരക്കിലാണ് ഇവരെല്ലാവരും. അമേരിക്കയിൽ പൊങ്കാല മഹോത്സവം നടത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വേറൊന്നുമല്ല, നാട്ടിലെ അതേ തനിമ നിലനിർത്താൻ വേണ്ടി പൊങ്കാലയ്ക്ക് ആവശ്യമായ മംഗലം, അരി, നെയ്യ്, ശർക്കര, ചിരകിയ തേങ്ങ, ഏലം തുടങ്ങി എല്ലാവിധ ഐറ്റംസുകളും നാട്ടിൽ നിന്ന് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതിനുവേണ്ടി തന്നെ വലിയ ഒരു വാളണ്ടിയേഴ്സ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തു. അജിത് ഹരിഹരൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപേ ആരംഭം കുറിച്ചത്. ആ പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് KHNJയുടെ ട്രസ്റ്റി ബോർഡ് ചെയർ എന്ന് വെച്ചാൽ KHNJയുടെ എല്ലാമായ അജിത്തേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KHNJയിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലെല്ലാം ആർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അത് ചോദിച്ച് ഹെൽപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാം, പ്രത്യേകിച്ച് ന്യൂജേഴ്സിയിൽ. അജിത്തേട്ടാ, ഇതിപ്പോൾ എത്രാമത്തെ പൊങ്കാല? നമ്മളിത് 7th പൊങ്കാലയാണ് ഷിജോ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പൊങ്കാല ആൾ ഓവർ നോർത്ത് അമേരിക്ക. ആക്ച്വലി കേരളത്തിലെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഇത്രയും 400+ പീപ്പിൾ വന്ന് ചെയ്യുന്ന ഒരു പൊങ്കാല ഇത് നമ്മുടേതാണ്. ആൻഡ് ഇവിടെ നാട്ടിൽ ചെയ്യുന്ന രീതിക്ക് നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത്. കേരളത്തിനെയും അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്കാണ് അതിൻ്റെ പിന്നാലെ. ഇതിൻ്റെ പുറകെ എല്ലാം ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ചടങ്ങാണ്. അപ്പോൾ എങ്ങനെയാണത്? വെരി ട്രൂ. ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ടീമുണ്ട്. ഒരു 20+ പീപ്പിൾ KHNJയുടെ ടീം ഇതിൻ്റെ പുറകിൽ എപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. ഒരു 6 months എഫേർട്ടാണ് നിങ്ങളിന്ന് ഇവിടെ കാണുന്നത്. അതായത് മൺകലം നാട്ടിൽ നിന്ന് എത്തിക്കുക. അത് ഈ ടാരിഫിൻ്റെ ഒക്കെ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഇത് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടുമായിരുന്നു. ഈ സ്റ്റൗ അല്ലാതെ, ബ്യൂട്ടേൻ സ്റ്റൗ അല്ലാതെ ബാക്കി എല്ലാം നമ്മൾ നാട്ടിൽ ചെയ്യുന്ന അതേ സമ്പ്രദായം ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. വ്രതം അനുഷ്ഠിച്ച് വന്നവരാണ് ഇവരൊക്കെ ഇന്ന് ഇവിടെ പൊങ്കാല ചെയ്യുന്നത്. അതിന് അനുമതി കിട്ടിയിരുന്നെങ്കിൽ അതും ചെയ്തു തന്നെയല്ലേ? അത് അനുമതി കിട്ടിയിരുന്നെങ്കിൽ ചെയ്തു തരാം. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഏരിയ ന്യൂജേഴ്സി ചെയ്യാൻ പറ്റാത്തൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ബ്യൂട്ടേൻ സ്റ്റൗ വെച്ച് ചെയ്യുന്നത്. ധ്യായേത് പദ്മാസനസ്താം വികസിതവദനാം പദ്മപത്രായതാക്ഷീം. ഇന്നിവിടെ ഈ പൊങ്കാല രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ഈച്ച് ബാച്ച്, ഓരോ ബാച്ചിലും 80-85 പേരായിട്ട് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് 5 batches ഓഫ് പൊങ്കാല ഈസ് ഹാപ്പനിങ് ഹിയർ. അതിന് അവർ 5 പ്രാവശ്യം 5 ബാച്ചായിട്ട് ചെയ്യുകയാണ്. 85 പേരുണ്ട്. 85 പീപ്പിൾ മിനിമം ഉണ്ട്. 85 to 90 പീപ്പിൾ പെർ ബാച്ചാണ്. ആൻഡ് നമ്മളവർക്ക് റൈസ്, കുതിർത്ത റൈസ്, ശർക്കര, ഷ്രെഡഡ് കോക്കനട്ട്, കാർഡമോം, അതിനുള്ള സ്റ്റൗവ്, ബ്യൂട്ടേന് ആൻഡ് ലാഡിൽ എവറിത്തിങ്. ഐ മീൻ ദേ ജസ്റ്റ് ഹാവ് ടു കം ഹിയർ ആൻഡ് ഡു ദ പൊങ്കാല. അതാണ് നമ്മളെ ഒരു പ്രത്യേകത. ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ദേ ജസ്റ്റ് വാക്ക് ഇൻ ആസ് എ ഗസ്റ്റ്, ഡു ദ പൊങ്കാല ആൻഡ് ഗോ. KHNJ പൊങ്കാലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, എനിക്ക് തോന്നുന്നു എല്ലാ മാസവും അല്ലേ? അതെ, എല്ലാ മാസവും മെയിനായിട്ട് KHNJ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു വർഷത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ KHNJ ആദ്യം ഒരു അയ്യപ്പ പൂജ മകരവിളക്കോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നോട്ട് ഓൺലി റിലീജിയസും കൾച്ചറലും കിഡ്സിന് വേണ്ടിയതും, ഐ മീൻ സ്റ്റെം പ്രോഗ്രാംസ്, വോളണ്ടറി സർവീസസ് ഇൻ ദ കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഹൈലൈറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് പൊങ്കാല അല്ലാതെ വേറൊന്ന് വളരെ
എല്ലാവരുടെയും മനസ്സിന് ഒരുപാട് ടച്ച് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് കർക്കിടക വാവ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കർക്കിടക വാവ് നാട്ടിൽ ചെയ്യുന്ന രീതിക്ക് ചെയ്ത് ലൈക്ക് യു ഗോ ടു ദ റിവർ ആൻഡ് അവിടെ ഇമേഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ മെഗാ തിരുവാതിര, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിരുവാതിര ആസ് യു നോ, ശ്രീജയ്ക്ക് അറിയാം, നിങ്ങൾ കവർ ചെയ്യുന്നതാണ്. ആൾമോസ്റ്റ് 30 ബാച്ചസ് തിരുവാതിരയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. ഓരോ വർഷവും നമ്മളത് സ്റ്റേജ് വലുതാക്കി ചെയ്യുകയാണ്. അങ്ങനെ പക്ഷേ ഇതൊന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല, കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കൊണ്ട് ചെയ്യുന്നതാണ്. അത് ദാറ്റ് ഈസ് സംതിങ് നമ്മുടെ എല്ലാവരുടെ ഈ ടീമിൻ്റെ ഒരു അല്ല, അത് ടീമിൻ്റെ ഒരു സപ്പോർട്ടാണ്. ഒരാൾ ചെയ്യുന്നതിൻ്റെ റീസൺ ഒന്നുമല്ല, ബാക്കി എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ചെയ്തിട്ടില്ല ഞാൻ. എന്താ വെച്ചാൽ നാട്ടിലെല്ലാം ഞാൻ വളർന്നതൊക്കെ, പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഒരു ചാൻസ് കിട്ടണു എന്നുള്ളതാണ്. അതെ, അപ്പോൾ ഭയങ്കര നല്ല ഫീലിംഗ് ആണ്. എന്താ വെച്ചാൽ എസ്പെഷ്യലി എല്ലാവരും കൂടെ ചെയ്യുക, ഇത് എല്ലാ കൊല്ലവും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒന്നും നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, എല്ലാ സാധനങ്ങളും അവർ തരും. അപ്പോൾ എല്ലാം കൂടി ഭയങ്കര നല്ല ഫീലിംഗ് ആണ്. അല്ല അത് തുടങ്ങിയ പിന്നെ തന്നെ ഞാൻ ചെയ്യുക. ഇപ്പോൾ ഒരു 5ാമത്തെ 6ാമത്തെ കൊല്ലാണ്, എല്ലാ കൊല്ലം വരുന്നുണ്ട്. ഇത് സഞ്ജീവ്, ട്രസ്റ്റി ബോർഡ് മെമ്പർ. മാത്രമല്ല അജിത്തേനെ പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂജേഴ്സിയിലെ എല്ലാത്തിനും മുൻപിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാരിറ്റി ആയാലും അസോസിയേഷനുള്ള പ്രവർത്തനമായാലും മറ്റുള്ള സർവീസുള്ള എന്തിനും മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയൊരു ആവശ്യം പറഞ്ഞാൽ മതി, നമ്മുടെ കൂടെ തന്നെയുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ പോകുന്നു നമ്മുടെ സന്തോഷമായിട്ട് പോണ പൊങ്കാല ശ്രീജേട്ട. നിങ്ങളെല്ലാം സഹകരിച്ചതും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പല പ്രോഗ്രാമുകളും ചെയ്യണത് KHNJ മാത്രമല്ല, ചേട്ടൻ പറഞ്ഞ പോലെ ഒരു മരണം വന്നാലും നമ്മൾ അതിന് കൂടെ ഉണ്ട്, ഒരു സന്തോഷവും നമ്മൾ കൂടെ ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ അസോസിയേഷൻ മാത്രം വിട്ടിട്ട് നമ്മൾ പല കമ്മ്യൂണിറ്റിക്ക് വളരെ സന്തോഷം. നമ്മൾ അന്യനാട്ടിൽ ഇവിടെ താമസിക്കുമ്പോൾ നമ്മളെല്ലാം ഒത്തൊരുമയായിട്ട് ഒരു ബ്രദർഹുഡായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും സന്തോഷമാണ് എനിക്ക് ഇതിൽ കിട്ടുന്നത്. പൊങ്കാല എവിടെ വരുവായി ഇന്നത്തെ പൊങ്കാല നമ്മൾ കുറയ്ക്കാൻ പോകുന്നു. അതെ, ഇപ്പം എന്നാ ചെയ്യണമെന്നു പ്രവർത്തനങ്ങൾ തിരക്കിട്ട് ഓടി നടക്കണം. അതിനിടയ്ക്ക് ഞാൻ പിടിച്ചു വെച്ച് കൊണ്ടുവന്നതാണ്. അതല്ല, കാരണം ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഇവിടുത്തെ പ്രിപ്പറേഷൻ. പക്ഷേ ലാസ്റ്റ് 1.5 മാസം കൊണ്ട് ഇതിൻ്റെ തുടങ്ങിയതാണ്. കാരണം കലങ്ങളെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരാണ്. കാരണം ഇവിടെ നമ്മൾ സ്റ്റീൽ ഇടാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ കലം നാട്ടിൻ്റെ പഴയ അത് നമ്മൾ ചെയ്യാൻ തോന്നുന്നുണ്ട്. അത് കലങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു, 500 കലങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം 350 അമ്മമാരെ ഇടണം. പിന്നെ അതിൻ്റെ എല്ലാ സാമഗ്രികളെല്ലാം നമ്മളാണ് കൊടുക്കുന്നത്. അവരൊന്ന് തുച്ഛമായ ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കണം, പക്ഷേ ബാക്കിയെല്ലാം നമ്മളാണ് കൊടുക്കണം. ശർക്കര, തേങ്ങ, അരി, ഇവിടെ സ്റ്റൗവിൻ്റെ ഇത്, സ്പൂണ്, എല്ലാം എവറിത്തിങ്, അമ്മയുടെ ഫോട്ടോ എല്ലാം കൊടുക്കേണ്ട. അമ്മ അത് നമ്മുടെ ഒരു ഭക്തന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടേണ്ടത് ചെയ്യേണ്ടത്. ആറ്റുകാലിൽ അമ്മയുടെ അതേ ഒരു ഇതിവിടെ കിട്ടണം. എൻ്റെ കൂടെയുള്ളത് രഞ്ജിത്ത് പിള്ള, KHNJയുടെ പ്രസിഡന്റ്. നമ്മുടെ ഇന്നത്തെ ഈ പൊങ്കാലയെക്കുറിച്ച് ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. നമുക്ക് ഇത് മാസങ്ങളോളമുള്ള ഞങ്ങളുടെ KHNJ ടീമിൻ്റെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇന്നിവിടെ കാണാൻ പറ്റുന്ന ഈ പൊങ്കാല. 400-ൽ പരം ലേഡീസും കുട്ടികളും പങ്കുചേർന്ന ഈ മഹോത്സവം വളരെയധികം പേരുടെ കഠിനാധ്വാനം, ഞങ്ങളുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അജിത് ഹരിഹരൻ ചേട്ടൻ, സഞ്ജയ് കുമാർ, ഫുൾ KHNJ എക്സിക്യൂട്ടീവ് ടീമിൻ്റെ മാസങ്ങളായിട്ടുള്ള പരിശ്രമമാണ്. ഞങ്ങൾക്കൊരു വലിയ ആത്മാഭിമാനമുള്ള ഒരു സംഭവമാണ്. ഇത്രയും മൈലുകൾക്ക് താണ്ടിയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും പൊങ്കാല നടത്തുന്ന പോലെ ഇത്ര ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓൾമോസ്റ്റ് ഈസ്റ്റ് കോസ്റ്റിലുള്ള പലയിടത്ത് എല്ലാ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ, അതുമാതിരി ഒഹായോ, കാനഡ, അങ്ങനെ പല ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം നമ്മുടെ ട്രൈ സ്റ്റേറ്റ്, ഈവൻ വെർജീനിയ, പെൻസിൽവേനിയ, കണക്റ്റിക്കറ്റ്, ബോസ്റ്റൺ,
അങ്ങനെ 1 മണി വരെ ഇത് നീണ്ടുപോകുന്ന ഇതാണ്. വിശുക്രപ്രാണഹരണവാരാഹി വീര്യനന്ദിത. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത. If they have completed, start. Number 3. Number 71. Anybody 107? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.